ഡിനോയ് പൗലോസ് ഡയറക്റ്റ് ചെയ്ത് ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്ത് മമിത ബൈജു സംഗീത് പ്രതാപ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഈ വർഷം മാർച്ച് 16 തുടങ്ങും. സിനിമയുടെ ജോണർ റൊമാൻറ്റിക് കോമഡിയാണ്. നെസ്ലൻ്റെ മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശ്രീനാഥ് വാസിയുടെ പൊങ്കാല എന്ന സിനിമ നവംബർ 30 തിയേറ്ററുകളിലേക്ക് എത്തും. അതിരടി സിനിമയുടെ പുതിയ ഷെഡ്യൂളിൽ വിനീത് ശ്രീനിവാസൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. സന്ദീപ് പ്രദീപും വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഒന്നിക്കുന്ന പുതിയ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റും മോഷൻ പോസ്റ്ററും ഉടനെ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡിസംബർ 5 കളങ്കാവിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കേരളത്തിൽ വേഫാർ ഫിലിംസും ഗൾഫിൽ ഫാർസ് ഫിലിംസുമാണ് സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. സിനിമയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ മമ്മൂക്ക ഈ ഒരു സിനിമയിൽ വില്ലനും വിനായകൻ ഈ ഒരു സിനിമയിൽ നായകനുമാണ്. കളങ്കാവിൽ സിനിമയുടെ മേക്കിംഗ് വീഡിയോയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ദുൽഖറിൻ്റെ ആം ഗെയിം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് നാളെ വൈകിട്ട് 6 മണിക്ക് പുറത്തു വരും. ദിലീപും സത്യനന്ദിക്കാടും കുറേ കാലങ്ങൾക്ക് ശേഷം ഒന്നിക്കാൻ പോകുന്നു. ആ ഒരു സിനിമയിലേക്ക് പ്രദീപ് രംഗനാഥനെ ഒരു പ്രധാനപ്പെട്ട റോളിലേക്ക് കാസ്റ്റ് ചെയ്തതിനായിട്ട് ടോക്സ് ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സൂര്യയുടെ കറുപ്പ് സിനിമയുടെ ഭാഗത്തുനിന്ന് ഹൈ ഇൻറ്റൻസ് ആയിട്ടുള്ള ക്ലൈമാക്സ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കറുപ്പ് സിനിമയുടെ DOP ചെയ്തിരുന്നത് GK വിഷ്ണു ആയിരുന്നു. മറ്റു സിനിമകളുടെ ഷെഡ്യൂൾ ക്ലാഷുകൾ കാരണം അദ്ദേഹമായിരിക്കില്ല ഈ ഒരു ക്ലൈമാക്സ് രംഗങ്ങളുടെ DOP ചെയ്യുന്നത്. ഇഡ്ലി കടൈ, ബേബി ജോൺ എന്നീ സിനിമകളുടെ DOP ചെയ്ത കിരണാണ് ഈ ഒരു ക്ലൈമാക്സ് രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. RJ ബാലാജി ഡയറക്റ്റ് ചെയ്യുന്ന ഈ ഒരു സിനിമ സൂര്യയുടെ ഒരു കംബാക്ക് ആവുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നടിപ്പിൻ നായകൻ്റെ ഒരു ഗംഭീര ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് കറുപ്പ് സിനിമ മാറട്ടെ.